പ്രീവിയസ് റേസിന്റെ ഒരു ജസ്റ്റ് ഹൈലൈറ്റ് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അറിയാം കുറച്ച് ലേറ്റ് ആയി എന്നുള്ളത്, ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. റേസ് സ്റ്റാർട്ട് ആയ ഉടനെ തന്നെ മാക്സിന്റെ കാർ റിട്ടയർ ആയി. ആഫ്റ്റർ ക്വാളിഫയേഴ്സ് മാക്സ് വേഴ്സസ് കിമി ഒരു യോയോ റേസ് പ്രതീക്ഷ എനിക്ക് അതൊരു ചെറിയ ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മേജർ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കറന്റ് വേൾഡ് ചാമ്പ്യനായ ലാൻഡോ ലാബ് 45 റിട്ടയർ ആയി. അതിനുശേഷം ലാബ് 60 ലാൻസ് സ്ട്രോൾ കോർണർ 90 ക്രാഷ് ആയി. ലാബ് 60 ലാൻസ് സ്ട്രോളിന്റെ ക്രാഷിന് ശേഷം സേഫ്റ്റി കാർ വന്നു. റീസ്റ്റാർട്ട് ടൈമിൽ സെയിം രീതിയിൽ ലക്കുള്ള സെയിം കോർണറിൽ വീണ്ടും ക്രാഷ് ആയി. സത്യം പറഞ്ഞാൽ 2 പോയിന്റാണ് എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ആണ്. ഫസ്റ്റ് മാക്സിന്റെ കാർ റിട്ടയർ ആയതും, രണ്ടാമത് വന്നിട്ട് ഈ ലക്ലക്ക് ക്രാഷ് ആയതും. ഇത് രണ്ടും ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. റേസ് റിസൾട്ട് പറഞ്ഞാൽ കിമി, ലൂയിസ്, ഹഡ്ജാർ. റേസ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബോറിംഗ് റേസ് ആവുന്നതാണ്. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് കെയോട്ടിക് ആൻഡ് എന്റർടൈനിങ് ആക്കാൻ സാധിച്ചത് പെനാൽറ്റീസാണ്. ഈ പെനാൽറ്റീസ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഹഡ്ജാറിന്. തേർഡ് വരേണ്ടിയിരുന്ന റസലും ഗാസ്ലിയും പുറകോട്ട് പോയപ്പോൾ ഹഡ്ജാറിന് തേർഡ് പൊസിഷൻ കിട്ടി. ഹഡ്ജാറിന് ഫസ്റ്റ് പോഡിയം ഇൻ റെഡ് ബുൾ. ലൂയിസ് ഹാമിൽട്ടൺ P2 വന്നു. ദ 8th പോഡിയം ഇൻ മൊണാക്കോ. അയർട്ടൺ സെന്നന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ലൂയിസ് ഹാമിൽട്ടൺ. ഹാറ്റ്സ് ഓഫ് ടു കിമി. 5 കോൺസിക്യൂട്ടീവ് വിൻസ്, പിന്നെ യങ്ങസ്റ്റ് വിന്നർ ഇൻ മൊണാക്കോ.